ശബരിമല സ്വർണ്ണക്കൊള്ള തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ദ്വാരപാലക ശില്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. കട്ടളപ്പാളി കേസിലും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നതിനാൽ ബൈജു ഇന്ന് ജയിൽ മോചിതനാകും. പ്രത്യേക അന്വേഷണ സംഘം കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ചവരുടെ എണ്ണം 6ആയി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പേർ നേരത്തെ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ചികിത്സാ വിവരങ്ങൾ പുറത്തുവിടണം. അലോഷ്യ സേവ്യർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ. മന്ത്രിക്ക് ചികിത്സ നൽകിയത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും KSU അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ പോലീസിന്റെ റിപ്പോർട്ട് മന്ത്രി പറയുന്നതും പച്ചക്കള്ളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അഭിനയ മന്ത്രിയുടെ പ്രവർത്തികൾക്ക് പൊതുസമൂഹം മറുപടി നൽകുമെന്നും അലോഷ്യ സേവ്യർ പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വ്യാജ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോലീസ് പിന്തുണയിൽ അക്രമ പരമ്പരകൾ അഴിച്ചുവിടുകയാണ്. ആരോഗ്യമന്ത്രിയെ 1-ാം പ്രതിയാക്കിയും CPI സംസ്ഥാന സെക്രട്ടറിയെ 2-ാം പ്രതിയുമാക്കിയും കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മോഷണക്കേസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ക്രൂരമായി വർദ്ധിച്ച സംഭവം. 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡി മർദ്ദന ആരോപണം വന്നതിന് പിന്നാലെ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഫോർട്ട് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശ്രീകുമാർ, പോലീസുകാരായ സുനിൽ, സിജുകുമാർ, ഗിരീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈക്ക് മോഷണ കേസിലെ പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പരാതിയുമായി പ്രതികളാണ് രംഗത്തെത്തിയത്. വിദഗ്ധ ചികിത്സയ്ക്കായി ആരോഗ്യമന്ത്രി കോട്ടയത്തേക്ക്. ആയുർവേദ ചികിത്സ നടത്തും. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജായ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് ആയുർവേദ ചികിത്സ നടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നടത്തുമെന്നായിരുന്നു രാവിലെ വന്ന വാർത്തകൾ. കണ്ണൂരിലെ KSU ആക്രമണത്തിനിടെ പരിക്കേറ്റ വീണ ജോർജ് ഇന്ന് പുലർച്ചെയാണ് ആശുപത്രി വിട്ടത്. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗമായിരുന്നു യാത്ര. വെള്ളിയാഴ്ച രാത്രിയിൽ ഓൺലൈനായി ചേർന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രിയും ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിരുന്നു. പോക്സോ കേസ് നിലനിൽക്കില്ല. പറഞ്ഞത് പ്രായപൂർത്തിയായവരുടെ പേരുകൾ. R ശ്രീലേഖ. പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്തവരുടെ അടക്കം പേരുകൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ പോക്സോ കേസ് ചുമത്തപ്പെട്ടതിൽ പ്രതികരണവുമായി മുൻ DGPയും BJP കൗൺസിലറുമായ R ശ്രീലേഖ. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയാണിതെന്നും വീഡിയോയിൽ പറഞ്ഞത് പ്രായപൂർത്തിയായവരുടെ പേരുകൾ മാത്രമാണെന്നും R ശ്രീലേഖ പറഞ്ഞു.